എല്ലാ കൂട്ടുകാർക്കും ഹോമി ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കൊരു ചുരിദാർ ബിറ്റ് ഇതുപോലെ വർക്കൊക്കെ ഉള്ള നല്ലൊരു ബിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. പഴയ തുണിയിലൊക്കെ എല്ലാവരും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും. പക്ഷേ ഒരു പുതിയ തുണി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ കൈ ഭാഗമായിട്ടാണ് വരുന്നത്. തുണിയിൽ കണ്ട കയ്യിന് വർക്കുള്ള ഭാഗം വരുന്നുണ്ട്. ബാക്ക് പീസും കൈക്കുള്ള ഭാഗം കൂടിയാണ് ബാക്ക് ഭാഗത്ത് വരുന്നത്. ഫ്രണ്ട് ഭാഗം നല്ല വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത്. നമുക്കിത് രണ്ടിനും വേർപ്പെടുത്തി എടുക്കാം. അപ്പോൾ ഇങ്ങനെ വേർപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ നടു കറക്റ്റാക്കി മടക്കിയിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മടക്കിയിടുമ്പോൾ പെട്ടെന്ന് തന്നെ ശരിയാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിൻ ചെയ്തിടുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇത് പിന്നൊന്നും കുത്തുന്നില്ല, കറക്റ്റാക്കി ഒന്ന് നൂർത്തി മടക്കിയിടുകയാണ്. എപ്പോഴും നമുക്ക് വർക്ക് വരുന്നത് രണ്ട് ഭാഗവും ഒരേപോലെ വർക്ക് വരുന്ന രീതിയിൽ വേണം മടക്കിയിടാൻ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമ്മളിതിൻ്റെ ലൈനിങ് വെട്ടി വെച്ചിട്ടുണ്ട്. ലൈനിങ് ആണ് ആദ്യം വെട്ടിയെടുക്കേണ്ടത്. ലൈനിങ് വെട്ടിയെടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ തുണി വെട്ടാൻ പാടുള്ളൂ. ഒരിക്കലും തുണി ഫസ്റ്റ് വെട്ടരുത്. തുണി ഫസ്റ്റ് വെട്ടുമ്പോഴാണ് വെട്ടി തയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. ലൈനിങ് വെട്ടിയ ലൈനിങ്ങിനെ ഇതുപോലെ കറക്റ്റാക്കി ലൈനിങ് വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖമായിട്ട് തുണി വെട്ടിയെടുത്ത് തയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഇറക്കം കണക്കാക്കി നമുക്ക് ഇതിലേക്ക് വെച്ചെടുക്കാം. അപ്പോൾ ഇറക്കം അവർ പറയുന്ന കറക്റ്റ് ഇറക്കത്തിലും നമുക്ക് ചിലപ്പോൾ ചെയ്തെടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഇതിപ്പോൾ 44 ഇഞ്ച് ഇറക്കമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് 43 ഇഞ്ച് ഇറക്കമാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ 43 ഇഞ്ചിൽ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ കുറച്ച് ഇറക്കം അധികം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡർ കയറ്റി വെച്ചാൽ മതി. പക്ഷേ ഇത് ഷോൾഡർ നമ്മൾ കറക്റ്റാക്കി വെച്ചാലും ഇറക്കം നമുക്ക് 44 കിട്ടും. മറ്റേ നമ്മളെ വർക്ക് നഷ്ടപ്പെടും. കാരണം 44 ഇഞ്ച് ഇറക്കമാണ് കിട്ടുന്നത്. വർക്ക് പോവാതെ കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് 44 ഇഞ്ച് ഇറക്കം വേണം. കഴുത്തിനിങ്ങനെ വെക്കുമ്പോൾ നമുക്ക് 6 ഇഞ്ച് കഴുത്തിറക്കവും കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു ലെവലിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ. കട്ട് ചെയ്യുമ്പോഴും ഇതിൻ്റെ നമ്മൾ എവിടെ നീങ്ങിയിട്ടില്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കറക്റ്റായിട്ട് വർക്ക് ശരിയായി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വെട്ടിയെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രസ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ഒപ്പം വെച്ച് വെട്ടണം കേട്ടോ. നീട്ടി കൂടുതൽ വെട്ടേണ്ട ആവശ്യം വരുന്നില്ല. കറക്റ്റാക്കിയിട്ട് വേണം നമ്മൾ വെട്ടിയെടുക്കാൻ. എന്നാലും നമുക്ക് തയ്ച്ച് വരുമ്പോൾ കുറച്ച് തുമ്പുണ്ടായിരിക്കും. എങ്ങനെയായാലും നമുക്ക് ഈ തുണി നമുക്ക് ലൈനിങ് ആണ് നമ്മളെ കറക്റ്റ് അളവ്. തുണി പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നിൽക്കുക എന്നാലും ഉണ്ടാവും കറക്റ്റ് ചെയ്ത് കൊടുക്കാനുള്ളതേ ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മുൻ പീസും നമ്മൾ ലൈനിങ്ങും വേറെ വേറെയാണ് മടക്കുന്നത്. അപ്പോൾ ബാക്ക് പീസും ഇതുപോലെ വെട്ടിയെടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ടാണ്. ബാക്ക് പീസ് വെട്ടുമ്പോൾ നമ്മൾ ബാക്കിൽ എത്രയാണോ വീതി വരുന്നത് ആ തുണീൻ്റെ വീതി കണക്ക് പിടിച്ചിട്ട് വേണം മടക്കാൻ. കണ്ടോ, ഇതുപോലെയാണ് മടക്കിയിടുന്നത്. കാരണം ഇത് കറക്റ്റല്ല. നമ്മൾ കുറേ നീട്ടി മടക്കിയാൽ നമ്മളെ കയ്യിൻ്റെ ഇറക്കം അവിടെ കുറയും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ബാക്ക് പീസ് കറക്റ്റ് അളവ് 44 എന്ന് പറയുന്നത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അതിലും കുറച്ച് കയറ്റി വെക്കണം. മുൻ പീസ് വർക്കുള്ളതാണ്. അത് തൂങ്ങി വരും. നമ്മൾ വെക്കുന്ന പോലെ ആവില്ല. അത് നമ്മൾ നൂർത്തി പിടിക്കുമ്പോൾ അത് തൂങ്ങി വരും. അപ്പോൾ നമ്മൾ കുറച്ച് കയറ്റിയിട്ടാണ് ലൈനിങ് തുണിയെ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അടിഭാഗം മടക്കുന്നതിൽ ഒന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിയായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൈകൊണ്ടൊക്കെ നല്ല ഒഴിഞ്ഞ് വൃത്തിയാക്കി രണ്ട് തുണി ഒരേപോലെയാണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം കറക്റ്റ് ചെയ്തിട്ട് വേണം വെട്ടിയെടുക്കാൻ. അപ്പോൾ കറക്റ്റായി ശരിക്കും വെച്ചതിന് ശേഷം വെട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നല്ല വൃത്തിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അപ്പോൾ ഇതിൽ കഴുത്തൊന്നും ഞാൻ വെട്ടുന്നില്ല. കറക്റ്റായിട്ട് ഇതുപോലെയാണ് വെട്ടിയെടുക്കുന്നത്. കഴുത്തൊക്കെ പിന്നീടാണ് നമ്മൾ കഴുത്ത് തുണിയുമായി ലൈനിങ്ങിനെ യോജിപ്പിച്ചതിന് ശേഷം മാത്രമാണ് കഴുത്ത് വെട്ടുക കേട്ടോ. ഇനി നമുക്ക് കൈയാണ് വെട്ടിയെടുക്കാനുള്ളത്. അപ്പോൾ കൈക്ക് കണ്ടോ അതിൻ്റെ അടിയിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് വെച്ച് പിടിപ്പിച്ചാൽ ആദ്യം നമുക്കത് അഴിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ തയ്ച്ചതിന് ശേഷം വേണം വെച്ച് കൊടുക്കാൻ. എന്നാലേ അത് ഭംഗിയായിട്ട് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കൈക്ക് 15.5 ഇഞ്ച് കൈ ഇറക്കാനുള്ളത്. അപ്പോൾ നമുക്ക് കൈയിൻ്റെ അടിയിലെ വണ്ണവും കൈയുടെ മുകളിലെ വണ്ണവും നമ്മൾ എടുക്കുക അളവെടുക്കുമ്പോൾ. അപ്പോൾ ആ ഒരു അളവ് കണക്കാക്കിയിട്ടാണ് വെക്കുന്നത്. പിന്നെ കൈക്കുഴിക്ക് നമ്മൾ 3.5 ഇഞ്ച് ഇറക്കിയിട്ടാണ് കൈക്കുഴിക്ക് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ അത് ചെയ്യുക. പിന്നെ അതുപോലെ ഷേപ്പുള്ള ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത അളവിനെ
ആ കുത്തിനെ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈക്കുഴി കറക്റ്റായിട്ട് വരും കേട്ടോ. കണ്ടോ ഇതുപോലെ. അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പും അവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കത് വെട്ടിയെടുക്കാം. അപ്പോൾ പിന്ന് വെച്ചിട്ട് ഇതുപോലെ കുത്തി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കാരണം അത്രയും സോഫ്റ്റായൊരു തുണിയാണ്, ജോർജറ്റിൽ പെട്ട തുണിയാണ്. അതുകൊണ്ടാണ് ആ ഒരു പിന്നാണ് ഇവിടെ കുത്തി കൊടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ കൈ വെട്ടുന്ന പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ വരച്ചിട്ട അളവിലൊക്കെ ഒന്ന് വെട്ടിയിട്ട് കൊടുക്കാം. നടുഭാഗവും വെട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ വെട്ടുന്ന പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സ്റ്റിച്ചിങ് ഞാൻ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ട കഴുത്തൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിൽ സിബ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അഴിച്ചെടുത്ത പീസൊക്കെ കറക്റ്റായി വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുർത്തി ടോപ്പിൻ്റെ പണി ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.